ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ഒരു കൂട്ടം കലാകാരന്മാർ കലാകാരികളൊക്കെയും ചേർന്ന് നിൽക്കുകയാണ്. ഈ ഐറ്റം ഏതാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നാടകമല്ലേ? പക്ഷെ ഇവരുടെ അകമ്പടിയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്താണ്? നമ്മള് മലയാള തനിമയുള്ള തിരുവാതിരക്കളിയാണ് കണ്ടത്. ആ തനിമ ഒട്ടും ചോരാതെ ഒരു കേരള നടനം കൂടെ കേരള നടനം കാണണം. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലേ ഒരു 5 മിനിറ്റ്? മറ്റൊരു ചെറിയ പെർഫോമൻസിനായിട്ട് നിങ്ങൾക്ക് കേരള നടനം കാണണോ? ഓക്കെ, അവർക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേരള നടനം നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തിയിട്ടുള്ള മിടുക്കിയെ നമ്മുടെ പൗലിയിലേക്ക് ക്ഷണിക്കാം. പേര് പറ. ഹരിചന്ദന. ഹരിചന്ദന, അടിപൊളി. പാട്ടൊക്കെ പാടുവോ? ഇല്ല, പാടില്ല. ഡാൻസ് മാത്രമാണ് ഇഷ്ടം. കേരള നടനമാണ് ഏറ്റവും ഇഷ്ടം. അതെ കേരളം. മറ്റെന്തൊക്കെ ഐറ്റം ചെയ്യും? മറ്റ് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഭരതനാട്യവും കുച്ചിപ്പുടിയും. കുച്ചിപ്പുടിക്ക് എ ഗ്രേഡ് ഉണ്ട്. മത്സരം കഴിഞ്ഞു. ഓക്കെ, ഭരതനാട്യം ഉണ്ടായിരുന്നോ? ഭരതനാട്യം നാളെയാണ് മത്സരം. നാളെയാണ് മത്സരം. ഹൈസ്കൂൾ വിഭാഗമാണോ മോളെ? എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എറണാകുളം. എറണാകുളം ജില്ല. സ്കൂളിന്റെ പേര്? സെന്റ് മേരീസ് CGHSS. സെന്റ് മേരീസ് CGHSS. സ്ഥലം? എറണാകുളം. പ്രോപ്പർ എറണാകുളം. എത്ര കാലമായി പഠിക്കുന്നു ഡാൻസ് ഒക്കെ? 12 വർഷമായി. 12 വർഷത്തെ തപസ്യ. അതെ, ഭരതനാട്യം അറിയാം, കുച്ചിപ്പുടി അറിയാം, കേരള നടനം അറിയാം. കൂട്ടത്തിൽ ഒരു അല്പം ഇഷ്ടം കൂടുതൽ ഏതിനാ? ഏറ്റവും ഇഷ്ടം കേരള നടനമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഭരതനാട്യം, കുച്ചിപ്പുടി. എന്തേ കേരള നടനത്തിനോട് ഇഷ്ടം കൂടാൻ കാര്യം? കേരള നടനത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഡാൻസ് ഫോമിനെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം കൂടുതലാണ്. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാൻ വേണ്ടി തീർച്ചയായും ഹരിചന്ദനയുടെ പെർഫോമൻസ് കണ്ടുവരാം നമുക്ക്. ദൈത്യൻ പിന്നിലണഞ്ഞതോർത്തു ഭയമാർന്നങ്കാരനേത്രൻ സ്വയം നാനാരൂപമെടുത്തു പാഞ്ഞു ഭുവനം മൂന്നും കടന്നഞ്ജസ പാമ്പിൻ തൽപ്പമതിൽ കിടന്നു ഭുവനം പാലിച്ചു പോരുന്നൊരാ ദേവൻ ശ്രീഹരി വിഷ്ണു തന്റെ നികടേ വന്നു വിരൂപാക്ഷനും ക്ഷീരാമുദിശയനാ നീയേ മമ ശരണം ശ്രീരാംബുധിശയനാ നീയേ മമ ശരണം അരനാഴിക വൈകരുതേ രക്ഷീപതിനെന്നെ അരനാഴിക വൈകരുതേ രക്ഷീപതിനെന്നെ ശൂർപ്പകനെന്നൊരു ധനുജൻ ചെയ്തൊരു തപഫലമായി ശൂർപ്പകനെന്നൊരു ധനുജൻ ചെയ്തൊരു തപഫലമായി നൽകിയ വരദാനമെനിക്കൊരു ഭീകര വിനയായി നൽകിയ വരദാനമെനിക്കൊരു ഭീകര വിനയായി ഒരു തലയുടെ നടുനെറുകിൽ തർജനിയാൽ തൊടുകിൽ ഒരു തലയുടെ നടുനെറുകിൽ തർജനിയാൽ തൊടുകിൽ ഒരു കൈപ്പിടി ഭസ്മമതായി തീരുമവൻ നിയതം ഒരു കൈപ്പിടി ഭസ്മമതായി തീരുമവൻ നിയതം എന്നകമവനേകിയതാം മരമഹിമയതറിവാൻ താങ്ക് യു ഹരിചന്ദ്രൻ. വലിയ പ്രോത്സാഹനം മാത്രമല്ല, ഞാൻ അവിടെ നിന്നപ്പോഴേ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള അഭിപ്രായം ലൈവായിട്ട് കേട്ടോണ്ട് നിൽക്കുക. നല്ല ഗ്രേസ്, നല്ല പെർഫോമൻസ്, നല്ല എക്സ്പ്രഷൻസ് എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഹരിചന്ദ്രനെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് നല്ലപോലെ തല കുലുക്കി ഇതിനോട് ആസ്വദിച്ചോണ്ടിരിക്കും. ടീച്ചറായിരിക്കും. അല്ല, അത് ശരി. അവിടെ നിന്നിട്ട് കേരള നടനം നന്നായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കാം. ഇഷ്ടായോ കേരള നടനം? അടിപൊളി. എല്ലാം മനസ്സിലായോ? ഈ കാണിച്ച മുദ്രകളൊക്കെ മനസ്സിലായോ? എല്ലാം മനസ്സിലായി? ഇഷ്ടായി? ഹരിചന്ദ്രയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞു ഞങ്ങളുടെ ഭാഗമായിട്ട്. അപ്പൊ ഹരിചന്ദന ഹരിചന്ദ്രയുടെ പെർഫോമൻസ് കാണിച്ചു കൊടുത്തു. ഇനി ഇവരുടെ പെർഫോമൻസ് ഹരിചന്ദ്രയ്ക്ക് കാണണ്ടേ? വേണം.